അങ്ങനെ നമ്മൾ ഡ്രസ്സ് ബ്രൈഡ് ആയിട്ടുള്ള അഫ്നൂണിലെ ഡ്രസ്സ് എടുക്കാനുള്ള ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അലൂറാണ് കേട്ടോ ഷോപ്പ്, നമ്മളെ പെരിന്തൽമണ്ണ ഉള്ള. അപ്പം ഡ്രസ്സ് എന്താണ് കണ്ടിട്ട് കാഴ്ചയിൽ കുറേ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് അല്ലേ? തപ്പണ്ടി വരുന്ന തോന്നുന്നുണ്ട്. തപ്പണ്ടി വരുന്നാണ് നമുക്ക് തോന്നുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പം ഏതാ എടുക്കുക, ഏത് മോഡലാണ്? കല്യാണമാണ്, നിക്കാഹിനും നമ്മൾ ഇവിടുന്നാണ് നമ്മൾ കസ്റ്റമൈസ്ഡ്. എൻ്റെ ഡ്രസ്സ് നമ്മൾ ഇവരെ തന്നെ ഖലീഫെന്നും അഫ്നുവിൻ്റെ ഇവിടെ അലൂറെന്ന് നമ്മൾ ചെയ്തത് അല്ലേ? അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു കളർ മാറ്റി പിടിക്കണം, കാരണം ആ ഒരു കളർ സെയിം വേണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു വേരിയേഷൻ നിൽക്കാൻ ഡ്രസ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു, രണ്ടാളതും ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. ഇതായിരുന്നു കുറച്ചുകൂടി ഒന്ന് ഒരു കണ്ണിന് കുറച്ചുകൂടി ഇത് കത്തണ കല്യാണമാണല്ലോ. അപ്പോൾ നമ്മൾ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് പറ്റിയൊരു മോഡൽ ഏതെങ്കിലും നോക്കല്ലേ? എല്ലാം പെട്ടെന്നാക്കാം അല്ലേ? ഫാസ്റ്റ് ആൻഡ് ഫാസ്റ്റ്. ഓക്കെ, ഉമ്മയും പിന്നെ നീനുമോളും നമ്മളെ കൂടെ ഉണ്ട്. അങ്ങനെ ഏതായാലും അഫ്നൂന് നല്ലൊരു ഡ്രസ്സുകൾ കണ്ടു. ഒറ്റ നോട്ടത്തിലൊരു ഡ്രസ്സ് കണ്ടിട്ടുണ്ട്. അത് ഡ്രസ്സ് വേറെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഇവിടുത്തെ കളക്ഷൻസൊക്കെ അങ്ങനെ ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനായി പോകും. അതിന് മാത്രം കളക്ഷൻസ് ഇവിടെ നിറഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഉമ്മയും നീനും ഇങ്ങനെ കാത്തിരുന്ന് നോക്കണം. എന്താന്ന് മനസ്സിലായണോ? ഇവിടെ ഒരാളിതാ മാഷാ അല്ലാ ഡ്രസ്സൊക്കെ ഇതാ സൂപ്പർ ഡ്രസ്സാട്ടോ. ബാക്കോട്ട് ഇതാ കുറേ ഡിസൈൻസും ഭയങ്കര ഡിസൈൻസാണ്. ഉമ്മ എന്താ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ അഭിപ്രായം? നിങ്ങൾ പറഞ്ഞോളേ, പിടിക്കണ്ട. നല്ല കളറ്. ഇത് നീനു ആണ് ഇത് സെലക്ട് ചെയ്താണോ? അങ്ങനെ കേൾക്കുന്നുണ്ട്. ആണോ? ഐഡിയ ആണ് ഇതൊക്കെ, നീനുവിൻ്റെ ഐഡിയ ആണ്. അപ്പം അഫ്നു മാഷാ അല്ലാ നല്ല നല്ല ഭംഗിയുണ്ട്. അഫ്നു സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല സെലക്ട് ചെയ്താരാ? അല്ലെങ്കിലും അലൂറത്തെ ഡ്രസ്സൊക്കെ സൂപ്പർ ആണല്ലോ അല്ലേ? അവിടെ അഫ്നുവിനുള്ള ഡ്രസ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ഈ ജ്വല്ലറിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്, അലൂറിൻ്റെ. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഓരവിടെ ഈ ഡ്രസ്സും ഈ ജ്വല്ലറിയൊക്കെ വെച്ച് നോക്കിയിട്ട് കറക്റ്റാണോ നോക്കുകയാണ്. കുറച്ച് ടൈം അവിടെ ഇങ്ങനെ പോസ്റ്റ് ആവും, സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ നമുക്ക് വേഗം ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ ജ്വല്ലറിയും കൂടി അവർ വേഗം സെറ്റാക്കുന്നുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ. അപ്പം നമുക്കത് നോക്കാം. എങ്ങനെയുണ്ട് ഡ്രസ്സ്? എത്ര മാർക്ക് നമുക്ക് കൊടുക്കും? 11. എനിക്ക് പറയാനായിട്ടില്ല. എത്ര മാർക്ക്? 100ൽ 99 കൊടുക്കാം. നീനും എത്ര മാർക്ക് കൊടുക്കും? 100ൽ 100. 100. അങ്ങനെ നമ്മളെ ഫുൾ സെറ്റായിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ? ടെൻറ്റടെ നല്ല രസമുണ്ട് കേട്ടോ. മൊത്തത്തിൽ എല്ലാം കൈമൽ വെറൈറ്റി സംഭവങ്ങളൊക്കെ കിട്ടിയാണ്. ഫുൾ മൊത്തം സെറ്റായില്ലേ? നല്ല ഭംഗിയുണ്ട്. വെറൈറ്റി ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി എൻ്റെ ഡ്രസ്സ് ഇനി എനിക്കുള്ള ഡ്രസ്സ് നോക്കാം. പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മയും നീനുമോളും ഉള്ളതുകൊണ്ട് തന്നെ ഞാനുണ്ടല്ലോ. ഇനി എന്താണ് പ്ലാൻ എന്ന് വെച്ചാൽ എനിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പോകണം അല്ലേ? ഇത് നമ്മൾ നേരെ ഖലീഫല്ലേ, ഖലീഫിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. അപ്പം നമുക്ക് ഇനി അലൂറയിൽ നിന്ന് മെല്ലെ ഇറങ്ങാം. ഇതുവരെ ജ്വല്ലറി ഐറ്റംസാണ് കേട്ടോ. മേലെ നമ്മൾ നേരത്തെ കാണിച്ചു നമ്മുടെ ഡ്രസ്സിൻ്റെ ഐറ്റംസൊക്കെ. പിന്നെ നമുക്ക് നേരെ ഖലീഫിലേക്ക് പോവാം. ഓക്കെ, തെറ്റാ. അഫ്നുവിൻ്റെ ഡ്രസ്സ് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു, അതൊക്കെ സെറ്റായി. ഇനി എൻ്റെ പുയ്യാപ്പിളിൻ്റെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഖലീഫിലാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മളിപ്പം നിക്കാഹിന് നമ്മൾ ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മൾ വേറൊരു കളർ നോക്കല്ലേ? എങ്കിലും ഇവിടെ ബ്ലാക്കിലും കുറേ കളക്ഷൻസ് ഉണ്ട്. വെറുതെ നിട്ട് നോക്കുകയൊക്കെ ചെയ്യാനുള്ള പ്ലാനും ഉണ്ട്. ഏത് കളറാണ് ബെസ്റ്റായിട്ട് തോന്നുക, അതിന് മാച്ചായിട്ട് തോന്നണേ? അതിപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഏതാ രസം? അങ്ങനെ ആകുമ്പോൾ ഡ്രസ്സ് ഇവിടുന്ന് ഒന്ന് വേറെ ഇത് നോക്കേണ്ടി വരും. നീನು ഏത് കളറാണ് മാമന് രസം ഉണ്ടാവുക? ഭാബിക്ക് മാച്ചാണ് കളർ. ഭാവിക്ക് വെച്ചാണ് കളർ അല്ല, എന്നാലും മാമ ഈ കളറാണ് രസം ഉണ്ടാകുക അങ്ങനെയൊക്കെ പറയൂലേ? ക്രീം ബ്ലാക്ക് ഒക്കെ. ഓക്കെ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് ഷെർവാണി അല്ലേ? അല്ലേ കുർത്തേ? ഷെർവാണി അല്ലേ ഇത്? ഷെർവാണി. അപ്പോൾ ഷെർവാണിൻ്റെ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. നീനുവിന് ഉമ്മക്കൊക്കെ ഇഷ്ടം ഞാൻ ഷെർവാണി പോലത്തെ സംഭവം ഇടണം കേട്ടോ. നീനുവിനാണെങ്കിൽ നീനുവിന് ഏതാ ഇഷ്ടം? ഏതാ ഇഷ്ടം സത്യം പറയണോ? അല്ലെ നിക്കാഹിന് ഇഷ്ടം പോലെ? നിക്കാഹിനും നമ്മളെ ഡ്രസ്സ് നമ്മളെ കസ്റ്റമൈസ്ഡ് ചെയ്തത് ഖലീഫാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭംഗിയും മൊത്തത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ഇവിടെ കസ്റ്റമൈസ്ഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. നമുക്ക് അവിടെ സംസാരിച്ച് നോക്കിയിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ?
ഓക്കെ അല്ലേ? അപ്പോൾ ഏതായാലും നമുക്ക് ജസ്റ്റ് 1-2 നമുക്ക് ഇട്ട് നോക്കാം. എത്ര ഭംഗി ഉണ്ടാവും എന്നുള്ളത് നോക്കാമല്ലോ. അങ്ങനെ നമ്മളേ ഫസ്റ്റ് കണ്ടൊരു ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? നല്ലൊരു തൊപ്പിയും, ഞാൻ സത്യം പറഞ്ഞാൽ തൊപ്പിയൊക്കെ ഇട്ടുള്ളൊരു ഡ്രസ്സ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ണാടിയിൽ ഇപ്പോഴാട്ടോ നോക്കണത്. ഒരു പ്രത്യേക രസം ഫീൽ ചെയ്യുന്നുണ്ട്. തൊപ്പി ഓരോരുത്തർക്ക്, ചിലർക്ക് തൊപ്പി നല്ല രസമുണ്ട്, നമുക്ക് ചിലർക്ക് രസം ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് രസമുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. എന്താണ് എൻ്റെ അഭിപ്രായം? രസമുണ്ടോ? അഫ്നു പറയണത് ഒരു രാജാവിനെ പോലെ ആയിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ രസമുണ്ട് കേട്ടോ ബ്ലാക്ക്. പക്ഷേ ഈ ബ്ലാക്ക് നമുക്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ നിക്കാഹിന് നമ്മൾ ബ്ലാക്ക് ആയിരുന്നു നമ്മൾ ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്തത്, നമ്മളെ ഖലീഫിന്ന്. അപ്പോൾ നമുക്കൊരു കളർ ചേഞ്ച് ആക്കിയാലോ എന്നുള്ളൊരു പ്ലാനിലാണ്. ബ്ലാക്ക് അല്ലാത്ത ഏതെങ്കിലും ഒരു കളറ്. അപ്പോൾ അതിന് കുറച്ച് കളേഴ്സ് നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. മിക്കവാറും അല്ല, 100% നമുക്ക് കസ്റ്റമൈസ്ഡ് ആണ് ചെയ്ത് തരാമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം ഖലീഫിനെ പറ്റി തോനെയൊന്നും പറയണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നമ്മളേതായ ഒരു ഇഷ്ടത്തിനുള്ളൊരു സംഭവം നമുക്ക് സെറ്റ് ചെയ്ത് തരാം, ഒരു വെറൈറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക്. അഫിനെ പോലെ തന്നെ അതിനൊത്ത് നിൽക്കണമല്ലോ, അലൂറിനെ പോലെ തന്നെ ഖലീഫും അതേ ലെവലിൽ നിൽക്കാൻ വേണ്ടി പോലും നമുക്ക് പവർഫുൾ ആയിട്ടുള്ള സാധനം തന്നെ കസ്റ്റമൈസ്ഡ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെങ്ങനെയുണ്ട്? ഇതിൻ്റെ ഒരു അഭിപ്രായം എല്ലാവരും രേഖപ്പെടുത്തണം. ഞാനൊരു ഡ്രസ്സ് ഇവിടുന്ന് ഇട്ട് നോക്കിയപ്പോൾ ഓക്കൊരു പുതിയ മാച്ചിങ് ആവുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഓടും ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. സെറ്റല്ലേ? അപ്പം ഈ ഡ്രസ്സല്ല ഇട്ടിട്ടാണ് നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് ഒരു ഡ്രസ്സ്. അഫ്നുവിൻ്റെ ഡ്രസ്സ് ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ അലൂറിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ഇനി എൻ്റെതൊന്ന് കസ്റ്റമൈസ്ഡ് ചെയ്യാണ്ട് കുറച്ചുകൂടി ചെറിയ പണികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് കല്യാണത്തിൻ്റെ കുറച്ച് മുന്നായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മളത് കല്യാണ വീഡിയോയിൽ നമുക്ക് കാണാം അല്ലേ? അപ്പോൾ ഇതെങ്ങനെയുണ്ട്? ഇഷ്ടല്ലേ? ഇത് രസമുണ്ട്. പക്ഷെ നമ്മൾ കല്യാണത്തിന് എടുത്തത് ഈ കളറായിട്ടാണ് നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നത് അല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് കിരീടം. എന്താ അതിൽ പറഞ്ഞ എന്നോട് പറഞ്ഞ രാജാവിനെ പോലെ ഉണ്ട്. അപ്പോൾ സംഭവം നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. തൊപ്പി വേണോ കല്യാണത്തിന്? തൊപ്പി വേണോ കല്യാണത്തിന്? വേഗം പറഞ്ഞോ. തൊപ്പി വേണ്ട. ഒരു നമുക്ക് എന്താ പറയുക, എന്തൊക്കെ ഒരു സുഖം, ഒരു വൈബ് കിട്ടുന്നില്ല. അപ്പം ഏതായാലും നമുക്ക് ഇവിടുന്ന് വല്ല ഇറങ്ങാൻ നോക്കാം അല്ലേ? ഓക്കെ, തെറ്റാ. ഡ്രസ്സ് കസ്റ്റമൈസ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇവർ വാ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ, കാരണം കുറഞ്ഞ ടൈം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഫുൾ സെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കിട്ടൂലേ? സെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്നെ വലിയൊരു ഭാഗ്യമായിട്ട്. ഞാൻ കസ്റ്റമൈസ്ഡ് അല്ലാത്ത ഏതെങ്കിലും ഒന്നും എടുക്കാനുള്ളൊരു പ്ലാനിലാണ് വന്നിരുന്നോക്കെ. പക്ഷേ റെഡിയാണ്, പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ധൈര്യം കൂടി. അപ്പം നല്ലൊരു വെറൈറ്റി അല്ലേ? ഞാൻ പിന്നെ ഓവറായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, ഒരു മാന്യമായിട്ടുള്ളൊരു സംഭവമാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഏതായാലും നമ്മളിവിടെ കസ്റ്റമൈസ്ഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്താക്കാം, തൽക്കാലം വീഡിയോ ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി അല്ലേ? മമ്മി ഇഷ്ടപ്പെട്ടില്ലേ? നമുക്കാണ് ഏറ്റവും തോന്നുന്നത് ആ ഡ്രസ്സ്, ആ ഒരു കസ്റ്റമൈസ്ഡ് ചെയ്യാൻ കൊടുത്ത ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു കേട്ടോ. പറഞ്ഞ ഇത് മതി എന്ന് ഉറപ്പിച്ച് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ്? ഓക്കെ, ഏതായാലും നമ്മൾ ഓവർ പറഞ്ഞിട്ട് നീട്ടുന്നില്ല. അപ്പം തൽക്കാലം നിർത്താൻ കേട്ടോ. ടാറ്റാ.